നമസ്കാരം. ആകെ ഗതികേടിലായി CPM-ഉം പിണറായി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിലും മരുമകനായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും മകളായ വീണ വിജയന്റെ വീട്ടിലും ഉൾപ്പെടെ 12ഓളം സ്ഥലങ്ങളിൽ ED റെയ്ഡ്. ED റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ED റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചും കല്ലുകളും കുപ്പികളും വലിച്ചെറിഞ്ഞും കൂക്കി വിളിച്ചുമൊക്കെ പ്രതിഷേധിക്കുകയാണ് CPM. നമ്മൾ പശ്ചിമ ബംഗാളിലും മറ്റ് ED റെയ്ഡ് നടന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ കണ്ടതും ഇത് തന്നെയാണ്. തലസ്ഥാനത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ മുതിർന്ന CPM നേതാക്കൾ കുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വാടക വീട്ടിലുള്ളത് പിണറായിയും മകൾ വീണയുമാണ്. ED സംഘം വീണയുടെ മൊഴിയെടുത്തു. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്, CMRL MD കരിമണൽ കർത്തയുടെ ആലുവയിലുള്ള വീട്, CMRL ഓഫീസ്, പിണറായിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ ബംഗളൂരു ഓഫീസ്, കർത്തയുടെ കുടുംബാംഗങ്ങൾ, ഡയറക്ടർമാരായ 2 കമ്പനികളുടെ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം പരിശോധന തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണെന്നും അങ്ങനെയൊന്നും CPM-നെ തകർക്കാൻ കഴിയില്ല എന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ കേന്ദ്രീയ ഏജൻസികളെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കേസെടുക്കുന്നതിൽ 1% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതായും MV ഗോവിന്ദൻ പ്രസ്താവിച്ചു. ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ഇതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും സംസ്ഥാനമാകെ പന്തം കൊളുത്തി പ്രകടനം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും MV ഗോവിന്ദൻ വിവരിച്ചു. എന്നാൽ ഇത് അനിവാര്യമായ വിധിയാണെന്നും CPM നടത്തുന്ന പ്രതിഷേധം പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും അല്ലാതെ പിണറായിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും മന്ത്രി K മുരളീധരൻ പ്രസ്താവിച്ചു. എന്നാൽ ഇത് BJP-യുടെ അറ്റകൈ പ്രയോഗം തന്നെയാണ്. പണ്ടുള്ളവർ പറയും ഇരുന്നും കെട്ടു ചത്തും കെട്ടു എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് CPM-നെ എത്തിക്കുക തന്നെയായിരുന്നു കേന്ദ്രത്തിൽ BJP-യുടെ ഉദ്ദേശവും. പിണറായിയുടെ ദുർഭരണത്തിനും ധാർഷ്ട്യത്തിനുമെതിരെ ജനങ്ങൾ വിധി എഴുതുന്ന ദിവസം നോക്കി നിൽക്കുകയായിരുന്നു BJP. അല്ലാതെ ഭരണത്തിലിരിക്കുമ്പോൾ പിണറായിയെ അറസ്റ്റ് ചെയ്ത് ഒരു അനുകൂല തരംഗം പിണറായിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യം BJP-ക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം കൊണ്ട് അമ്പേ പരാജയപ്പെട്ടു നിൽക്കുന്ന CPM ഒപ്പം പുറത്തായ പിണറായിയും താഴെത്തട്ട് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ തള്ളിപ്പറഞ്ഞിട്ടും പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെക്കാതെ നിൽക്കുന്ന പിണറായിക്ക് നേരെ കൃത്യസമയം നോക്കിയാണ് BJP-യുടെ ശക്തമായ ഈ തിരിച്ചടി. ഭരണത്തിലുണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് പിണറായിക്ക് അനുകൂലമായി ഒരു തരംഗം ഉണ്ടാകുമെന്നും പാർട്ടിക്കാർക്ക് ശക്തമായി പ്രതിഷേധിക്കാൻ കഴിയും എന്ന് തന്നെ BJP കണക്കുകൂട്ടി. എന്നാൽ പുറത്തായിരിക്കുന്ന പിണറായിക്കും അതുപോലെ തന്നെ CPM-നും പ്രതിരോധം അത്രയും ശക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നോക്കിയിരിക്കുകയായിരുന്നു BJP. കേന്ദ്ര ഏജൻസികളെ ഇറക്കി പിണറായി വിജയനെതിരെയുള്ള പ്രതിരോധം BJP ഇനിയും ഉണ്ടാക്കും എന്ന് തന്നെ കരുതുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരിടത്തും CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരിടത്തും നിലവിലില്ലാത്ത ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന കാഴ്ചകൾക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.